ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല നാടൻ രീതിയിൽ വരട്ടിയെടുത്ത ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിലൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വെറൈറ്റി. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ ശരിയാവില്ല, കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ മസാലയൊക്കെ ഇതുമ്പോൾ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ നമ്മുടെ ബീഫ്. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഉടനെ തന്നെ വേവിച്ചെടുക്കുകയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലൊക്കെ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു ചെറിയ സവാള കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സവാള ഒഴിവാക്കിയിട്ട് 1.5 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ചെറിയ ഉള്ളി കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളി എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ ബീഫിന്. അപ്പോൾ ചെറിയ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ട, 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തക്കാളിയൊക്കെ വാടി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മല്ലിപ്പൊടിക്ക് അത്യാവശ്യം നല്ലൊരു കുക്കിംഗ് ടൈം വേണം, അതുകൊണ്ടാണ് അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ, ആദ്യം ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടി ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ജീരകത്തിൻ്റെ പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്, ചെറിയ ജീരകമല്ല. നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു 3 വിസിലിനാണ് ബീഫ് വെന്ത് കിട്ടിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ കുക്കറിനും ബീഫിൻ്റെ വേവിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താലും മതി, വരട്ടിയെടുത്താലും മതി. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ചൊരു ഗ്രേവി ടൈപ്പിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചേർക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റായി വരും കേട്ടോ. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ ഇരുന്നിട്ട് ഇതൊന്നുകൂടെ ഡ്രൈ ആയി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ അതാ ഫൈനലായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ആദ്യം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ബീഫ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ബീഫിന്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.